പാഠം 520. ഒരു തോൽവിയുടെ കഥ. കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ചിട്ട് കുടിവെള്ള വിതരണം നടപ്പാക്കാത്ത MLA-യെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. സംഘർഷാവസ്ഥയിലെത്തിയ പ്രശ്നം തണുപ്പിക്കാൻ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും ഇടപെടേണ്ടി വന്നു. 1 മാസത്തിനുള്ളിൽ കോടതിയിൽ കുടിവെള്ളം എത്തിപ്പിക്കാമെന്ന് MLA പരസ്യമായി ഉറപ്പു തന്നു. ഒരു കുറ്റമില്ല. വാക്ക് പാലിക്കാത്തവർ MLA ആയാലും മന്ത്രി ആയാലും ഇങ്ങനെ തന്നെ വേണം. എന്താണ് മോഹനേട്ടാ, പത്രത്തിൽ കാര്യമായിട്ടെന്നോ കണ്ടാമട്ടാണല്ലോ. വാക്കു പാലിക്കാത്ത MLA-യെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആണുങ്ങളായാൽ വാക്കു പറഞ്ഞാൽ വാക്കായിരിക്കണം. പെണ്ണുങ്ങളെ വാക്ക് പറ്റില്ല, കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. ആരും പറഞ്ഞ വാക്ക് മാറ്റി പറയരുത്. ഇവരൊക്കെ കെ മോഹനകൃഷ്ണനെ കണ്ടുപിടിക്കണം. ഞാൻ ആരോടും വാക്ക് മാറ്റി പറയില്ല. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പറയുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തെറ്റാവാൻ സാധ്യതയുള്ള വാക്കുകൾ കെ മോഹനകൃഷ്ണൻ പറയാറില്ല. ഞാൻ സാധാരണക്കാരുടെ കാര്യമല്ലേ മോനേട്ടാ പറഞ്ഞത്. തെറ്റുകൾ പറ്റാൻ സാധ്യതയുള്ള എന്നെ പോലുള്ള പാവ മനുഷ്യരുടെ കാര്യം. മോഹനേട്ടൻ അങ്ങനെയല്ലല്ലോ, ദൈവമല്ലേ. പക്ഷെ ദൈവങ്ങൾക്കും തെറ്റ് പറ്റാറുണ്ട്. എന്ത് തെറ്റ്? ദൈവത്തിനെ പറ്റി ഒരു വലിയ തെറ്റ് എന്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണല്ലോ. വേണമെങ്കിൽ ഞാൻ തൊട്ട് കാണിച്ചു തരാം. നീ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ കുറുകില്ല ഭാവേ. മോഹനകൃഷ്ണനായ രീതികളുണ്ട്. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ 1000 പ്രാവശ്യം ആലോചിക്കും. പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ 100% ശരിയാണെന്ന് ബോധ്യമായാൽ മാത്രമേ ഞാനത് ചെയ്യൂ. 1000 വട്ടം ആലോചിച്ചെടുത്ത് തീരുമാനമായാലും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് എടശ്ശേരി എഴുതിയിട്ടുണ്ട്. അത് എടശ്ശേരി, ഇത് കെ മോഹനകൃഷ്ണൻ. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അതെടുക്കണോ വേണ്ടയോ എന്ന് 1000 വട്ടം ഇരുന്ന് ആലോചിക്കേ. എടുത്തു കഴിയുമ്പോൾ അപ്പുറത്തുള്ളയാള് എന്തെങ്കിലും ചോദിക്കും. അതിന് മറുപടി പറയണോ വേണ്ടയോ എന്ന് 1000 വട്ടം. മറുപടി പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തു മറുപടി ആയിരിക്കുമെന്ന് പിന്നെയും 1000 വട്ടം. അങ്ങനെ ആലോചന നടക്കട്ടെ. അയ്യോ, ഇത്ര വട്ടം 1000 വട്ടം ആലോചിച്ചോ? ഹലോ മോനേഷ, നമസ്കാരം. ഞാൻ ബലരാമനാ. നമസ്കാരം സാർ. എന്താണ്? ആ കേസ് ഇന്നലെ ഫയൽ ചെയ്യാമെന്ന് സത്യഭാമ പറഞ്ഞിരുന്നല്ലേ. ഞാനിപ്പോ അന്വേഷിച്ചപ്പോ ഫയൽ ചെയ്തിട്ടില്ലെന്ന് ക്ലർക്ക് പറഞ്ഞു. ഫയൽ ചെയ്തില്ലേ? എന്തു പറ്റിയെന്നറിയില്ല. ഇന്നലെ സത്യഭാമ ഓഫീസിലേക്ക് ചെന്നില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം ഒന്ന് അന്വേഷിക്കാമോ? ഞാനിപ്പോ തന്നെ ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കാം സാർ. വലിയ ഉപകാരം. ഓ ശരി. എന്താ അവള് കേസ് ഫയൽ ചെയ്യാത്തത്? ഒരു പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിച്ചിട്ട് ഉഴപ്പുന്നു. ഭാമേ, ആ ബലരാമൻ സാറിന്റെ കേസ് നീ ഫയൽ ചെയ്തില്ലേ? ഇല്ലല്ലോ. അതെന്താ? ഇന്നലെ ഫയൽ ചെയ്യാൻ നീ സമ്മതിച്ചല്ലേ? ഇന്നലെ ഞാൻ ഓഫീസിൽ പോയില്ലല്ലോ മോഹനേട്ടാ. അതെന്താ നീ ഇന്നലെ ഓഫീസിൽ പോയിരുന്നത്? കഴിഞ്ഞ ആഴ്ച ബലരാമൻ സാർ ഇവിടെ വന്നപ്പോ കേസിന്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റതല്ലേ? അപ്പോ ഇന്നലെ പോയി കൃത്യമായി അത് ഫയൽ ചെയ്യണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. മനസ്സിലായില്ല മോഹനേട്ടാ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് മറന്നുപോയോ? പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി പറയാത്ത ദൈവമല്ല ഞാൻ. ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ മാറ്റി. പക്ഷേ ബലരാമൻ സാറിനോട് നിന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാമെന്ന് വാക്കു പറഞ്ഞത് ഞാനാണല്ലോ. അപ്പൊ എന്റെ വാക്കിന് വിലയില്ലേ? മോഹനേട്ടൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് മോഹനേട്ടൻ ഉത്തരവാദിത്വമല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഭാമേ, ഇത് സാറിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. എന്നോടുള്ള വാശിക്ക് നീ ആ കേസ് വെച്ച് കളിക്കരുത്. മോഹനേട്ടനുള്ള വാശിയോ? എന്തിന്? ഞാൻ പറഞ്ഞ വാക്കു പാലിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞ എന്റെ ദേഷ്യത്തിലും വാശിക്കുമല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ബലരാമ സാറിന്റെ മുന്നിൽ ഞാൻ വാക്ക് പാലിക്കാത്ത ഒരാളാവണം. മോഹനേട്ടൻ ജീവിതത്തിൽ വാക്ക് തെറ്റിക്കാത്ത ഒരാളാണ് എന്ന് മോഹനേട്ടൻ പറഞ്ഞത് കുറച്ചു മുന്നേ അല്ലേ?
ബലരാമൻ സാറിന്റെ കേസ് ഫയൽ ചെയ്യേണ്ടിയിരുന്നത് ഇന്നലെയും. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, നമ്മൾ കുറച്ചു മുന്നേ സംസാരിച്ചതിന്റെ പേരിലല്ല ഞാൻ ഇന്നലെ അത് ചെയ്യാതിരുന്നതെന്ന്. വേറെ പ്രശ്നം പറഞ്ഞു വരുമ്പോ എല്ലാം പ്രശ്നമല്ലേ മോഹനേട്ടാ? ഞാൻ ഇന്നും ഓഫീസിൽ പോകുന്നില്ല, പിന്നെ എങ്ങനെ കേസ് വരെയാണ്? വേറെന്തോ സംഭവമാണല്ലോ. എന്താ ബലരാമൻ സാറ് ജലസേചന വകുപ്പിലെ ഏറ്റവും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് സാറിന് എത്ര വർഷങ്ങളായിട്ട് അറിയാം. അങ്ങനെയുള്ള ബലരാമൻ സാറിന് ഒരു പ്രമോഷൻ പ്രശ്നം വരുമ്പോ സഹായിക്കേണ്ടത് ഞാനല്ലേ? മോഹനോട് സഹായിച്ചോന്നേ, അത് വേണ്ടത് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് കോട്ടുമിട്ട് കോടതിയിൽ പോകുന്ന കേസ് വാദിക്കാൻ പറ്റില്ലല്ലോ. നല്ല വക്കീൽ വിചാരിച്ചാലേ കേസ് വാദിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ബലരാമൻ സാർ നിന്റെ പേര് പറഞ്ഞു. ഞാൻ നിന്നോട് കാര്യം പറഞ്ഞപ്പോഴേ നീ കയറി അങ്ങേക്കുകയും ചെയ്തു. ഇപ്പൊ നീ ആ കേസ് ഫയൽ ചെയ്യില്ലെന്ന് പറഞ്ഞ നാട്ടിൽ വേറെ വക്കീലന്മാരില്ലേ, അവരുടെ അടുത്ത് പോട്ടെ. അങ്ങനെയാണെങ്കിൽ അപ്പൊ പറഞ്ഞായിരുന്നു. അപ്പൊ കേസ് ഏറ്റിട്ട് ഇപ്പൊ നടക്കില്ലെന്ന് പറഞ്ഞാ അത് എടുത്ത് പറയാതാ. ഏത് കേസ് വാദിക്കണം, ഏത് കേസ് വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് വക്കീലല്ലേ? ഭാമേ, എന്നോട് എന്തെങ്കിലും വാശി ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെയല്ല. ഞാൻ ബലരാമ സാറിനെ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്താ പറയേണ്ടത്? അത് ബലരാമ സാറും മോഹനേട്ടനും തമ്മിലുള്ള പ്രശ്നം. എനിക്കതിനകത്ത് എന്താ കാര്യം? ഇപ്പൊ എന്നെ ശല്യപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഷർട്ട് മുണ്ടും തേച്ചു വെക്കാം. എന്റെ ജോലി അതാണ്, അത് മാത്രമാണ്. അത് മാത്രമാണെന്ന് ആര് പറഞ്ഞു? നീ ഒരു വക്കീലല്ലേ? ബലരാമൻ സാറിന്റെ കേസ് ഫയൽ ചെയ്യാതിരിക്കാനാണല്ലേ നീ ഇന്നലെ കോടതിയിൽ പോയിരുന്നത്? ഞാൻ ഇന്നും പോകുന്നില്ലല്ലോ. ഭാമേ, ഇത് തീക്കളിയാണ്. മര്യാദയ്ക്ക് കോടതിയിൽ പോയി രാവിലെ തന്നെ ബലരാമൻ സാറിന്റെ കേസിന് ഒരു തീർപ്പുണ്ടാക്കണം. പേടിപ്പിക്കാൻ ഒരു വക്കീലിനെ വിരട്ടി കേസ് വാദിപ്പിക്കുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. ഈ പ്രശ്നത്തിന്റെ പേരിൽ എന്റെ മാനം പോയാൽ ഭാമേ, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കെന്നെ പറയാൻ പറ്റില്ല. മോഹനേട്ടൻ എന്ത് വേണേലും ചെയ്തോളൂ. ഞാൻ ഇതിനോട് മിണ്ടില്ല. സന്തോഷം, എനിക്കത്ര മനസ്സമാധാനം കിട്ടുമല്ലോ. ഞാൻ ഇവിടെ നിന്നൊന്നും കഴിക്കില്ല. ആ, നല്ലത്. അത്രയും കുറച്ച് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയ പോലെ. ഞാൻ അറിയാൻ പാട്ടിൽ പോകും. ഓ, അപ്പൊ നാളെ മുതലേക്ക് ഷർട്ട് കൊണ്ട് തേക്കും വേണ്ട. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. ഇപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? വക്കീലേ, ആ, ഉത്തമന. വല്ല കേസുമായിട്ട് വന്നാണെങ്കിൽ വെറുതെ. ഞാൻ ഇനി കോടതി പോകുന്നില്ലല്ലോ. നമസ്കാരം വക്കീലെ. ഒരു ഉഗ്രം കേസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് തീരെ സമയമില്ലല്ലോ ഉത്തമ. വേറെ ഏതെങ്കിലും വക്കീലെ നോക്കൂ. എന്ത് വർത്താനം വക്കീലെ പറയുന്നത്? നമസ്കാരം സർ. ഞാൻ കൊണ്ടുവന്ന കേസ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ വക്കീൽ ഞെട്ടും. എത്ര വലിയ കേസാണെങ്കിലും ഞാൻ ഞെട്ടില്ല. കാരണം ആ കേസ് ഞാൻ വാദിക്കുന്നില്ലല്ലോ. അയ്യേ, ഇതെന്താണ് വക്കീൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് അഹങ്കാരം. ഉത്തമ, ജലസേചന വകുപ്പിലെ ബലരാമൻ സാറിനെ ഉത്തമൻ അറിയാലോ? പിന്നെ എനിക്കറിയാം. എന്താണ് ബലരാമൻ സാറിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം? വല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലേ, 5 പൈസ കയ്യൂല് വാങ്ങൂല. പിന്നെ മോഹനേട്ടൻ സാറിനെ പോലെ തന്നെ. അങ്ങനെയുള്ള ബലരാമൻ സാറിന് ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ സാറ് കഴിഞ്ഞ ആഴ്ച എന്നെ വന്ന് കണ്ടു. ഇവളെ കൊണ്ട് ആ കേസ് വാദിപ്പിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞത് ബലരാമൻ സാർ ആയതുകൊണ്ട് ഞാനേ അന്ന് തന്നെ ഇവിടെ വന്ന് ഇവളോട് പറഞ്ഞപ്പോ ഇവൾക്ക് വലിയ സന്തോഷമായി. ആ കേസിന്റെ കാര്യം ഇവളേക്കുകയും ചെയ്തു. കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞത് ഇന്നലെയാ. പക്ഷേ ഇവൾ ഇന്നലെ കോടതിയിലേ പോയില്ല. എന്തുകൊണ്ടാ? എന്നെ തോൽപ്പിക്കാൻ. ഇവൾ ആ കേസ് ഫയൽ ചെയ്യാതിരുന്നാൽ ഞാൻ പറഞ്ഞ വാക്ക് വെറുതെ ആകുമല്ലോ. ബലരാമൻ സാറിന് എന്നോടുള്ള സ്നേഹം നഷ്ടാവുകയും ചെയ്യും. അത്ര തന്നെ. അത്രയ്ക്കങ്ങ് സ്നേഹിക്കാൻ ഈ ബലരാമൻ സാർ മോഹനേട്ടൻ അച്ഛനൊന്നും അല്ലല്ലോ. എന്നാലും വക്കീലെ, ഒരു കേസ് ഏറ്റതിന് ശേഷം അത് വാദിക്കാതിരിക്കുന്ന മോശമല്ലേ? സംഭവം നാട്ടുകാർ മുഴുവൻ അറിയും, വക്കീലിനത് ചീത്ത പേരാവുകയും ചെയ്യും. എന്ത് ചീത്ത പേരെന്ന്? ഞാൻ ഈ വക്കീൽ പണിയെ നിർത്തിയല്ലോ. പിന്നെന്താ കുഴപ്പം? വക്കീൽ പണി നിർത്തിയാ പിന്നെ വക്കീൽ വേറെ ഒന്നും ചെയ്യാൻ പോന്ന്? ഉത്തമ, നമ്മുടെ നാട്ടിലെ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ഉദ്യോഗത്തിനാണെന്ന് പറഞ്ഞ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിയും. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? എന്നതില്
നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ രീതി അതാണ്. പ്രത്യേകിച്ച് ഭർത്താവ് സ്വന്തമായി വരുമാനമുള്ള ഒരു മഹാനാകുമ്പോൾ ഭാര്യ പിന്നെന്തിനാ വെറുതെ ജോലിക്ക് പോന്നേ? വെറുതെ വീട്ടിലിരുന്ന പോരെ? ശരി, അപ്പൊ ഊത്ത വെച്ചല്ലേ, കേസൊക്കെ ഇനി വേറെ വക്കീലിനെ ഏൽപ്പിച്ചാ മതി. ശരി. സാറേ, ഇതെന്താണ് സാറേ വക്കീൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? സാറേ, ഇപ്പോഴല്ലേ ഉത്തമായനി കാര്യം മനസ്സിലായത്. അവൾ പ്രതികാരം ചെയ്യുക. പ്രതികാരോ? മെനിഞ്ഞാന്ന് വൈകിട്ട് ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഭാമേ, ചായ. ചായയോടേക്ക്. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ ആ സുവർണ ചിട്ടിക്കമ്പനിയുടെ കേസ് ഏറ്റെടുത്തോ? ആരോട് ചോദിച്ചിട്ട്? കേസ് ഏക്കാമോന്ന് അവരല്ലേ എന്നോട് ചോദിക്കേണ്ടത്. അവര് ചോദിച്ചു, ഞാൻ ഏറ്റു. ഭാമേ, അവർ നൂറുകണക്കിന് ആളുകളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തവരാണ് എന്ന് പോലീസ് പറയുന്നു. ഇല്ലെന്ന് അവര് പറയുന്നുണ്ട്. ഏതാ ശരിയെന്ന് കോടതി തീരുമാനിക്കട്ടെ. സത്യസന്ധനായ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ ഭാര്യ ഒരു തട്ടിപ്പ് കമ്പനിയുടെ കേസ് വാദിച്ചാൽ നാട്ടുകാരെന്ന് പറയും. നാട്ടുകാർക്ക് ഇതിനകത്ത് എന്താ കാര്യം? എന്റെ ജോലി എനിക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ ചെയ്യേണ്ടത്. നിന്നെ പോലുള്ള കള്ള വക്കീലന്മാരുള്ളത് കൊണ്ടാണ് നാട്ടിൽ സകല കൊള്ളരുതായ്മകൾ ഉണ്ടാവുന്നത്. എന്ത് വൃത്തികേട് കാണിച്ചാലും നിങ്ങൾ രക്ഷിക്കുമല്ലോ. സകല വക്കീലന്മാര് കള്ളന്മാരാ. ഇതൊരുപാട് കാലമായിട്ട് മോഹനയുടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വക്കീലിന്റെ ഭർത്താവുമ്പോ സാധാരണ ആളുകളൊക്കെ അഭിമാനിക്കും. പക്ഷെ എന്റെ മോഹനയുടെ തോന്നുന്ന അസൂയാണേ. കൊള്ളാവുന്ന വക്കീല നീയോ? നീ കൊള്ളാവുന്ന വക്കീലാണെന്ന് നീ പറഞ്ഞാ മതിയോ? കോടതിയിൽ കയറി നിന്ന് കണ്ണും മെഴിച്ച് നക്ഷത്രം വേണമെന്ന് നീ എങ്ങനെ നല്ല വക്കീലാവും? നീ നല്ല വക്കീലാണെന്ന് ആരും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആരും പറയണ്ടല്ലോ. ഞാൻ കേസ് വാദിച്ച് ജയിച്ച് ഫീസ് വാങ്ങിക്കൊണ്ട് വരുമ്പോ അത് മോഹനയുടെ കൈനീട്ടി വാങ്ങാറുണ്ടല്ലോ. നല്ല വക്കീലില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേസ് കിട്ടും? എങ്ങനെയാ എനിക്ക് ഫീസ് കിട്ടുന്നേ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നീ കേസ് വാദിച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. എനിക്ക് ആ കാശ് വേണ്ട. എനിക്കും നിനക്കും അന്തസ്സായി ജീവിക്കാനുള്ള കാശ് ഞാൻ മാന്യമായി ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങൾ ആരെങ്കിലും നാളെ എനിക്ക് നടക്കുമോ? അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന് വീട്ടു ജോലികൾ ചെയ്യും, ഭർത്താവിനെ അനുസരിക്കും. അതാണ് ഒരു ഭാര്യയുടെ കടമ. വെറുതെ വാശി പിടിപ്പിക്കല്ലേ മോഹനേട്ടാ. ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം പകുതിയാകും. ആ വരുമാനം മതി ജീവിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ജോലിക്ക് പോകാതിരുന്ന അത്രയും സന്തോഷം. നീ കാരണം ഉണ്ടാകുന്ന നാണക്കെങ്കിലും ഒഴിഞ്ഞിട്ടുമല്ലോ. ശരി, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. പക്ഷേ മോഹനേട്ടൻ തന്നെ ഇത് മാറ്റി പറയരുത്. ഒരിക്കലുമില്ല. ഉറപ്പാണല്ലോ? ഭാമേ, നീ ജോലിക്ക് പോണം എന്ന് പറഞ്ഞ് ഇനി എന്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യൂടിയില്ല. എന്റെ പട്ടി വരും. പട്ടിയും വരാൻ പറ്റില്ല. നിന്നോട് അങ്ങനെ ഒരു ആവശ്യം പറയേണ്ടി വന്നാൽ ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്നല്ല 101 ഏത്തം. വാക്ക്? മോഹനകൃഷ്ണൻ വാക്ക് പറഞ്ഞാൽ വാക്കാ. അപ്പൊ അതാണ് കാര്യം. സാറിനെ തോപ്പിക്കാനായി വക്കീല് പണി വേണ്ടെന്ന് വെച്ചു. അതാ അവള് നല്ല കോടതിയിൽ പോണ്ടെന്ന് വെച്ചത്. ഇല്ല സാറേ, ബലരാമ സാറിന്റെ കേസിന്റെ കാര്യം സാറിന് അറിഞ്ഞൂടായിരുന്ന? പിന്നെ എന്തിനാണ് വക്കീലിങ്ങനെ വെറുതെ പ്രകോപിപ്പിച്ചത്? ഞാനത് മറന്നു പോയതാ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയിപ്പോ എന്തോ നീ വക്കീലാണ് ആള്. തോറ്റു തരാനുള്ള ഒരു സാധ്യതയില്ല. ബലരാമ സാറിനോട് ഞാനെന്ത് പറയും? ബലരാമ സാറിനോട് പറയുന്നത് മാത്രമല്ല സാറേ പ്രശ്നം. സാർ ഇപ്പൊ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഇക്കാലത്ത് ഭർത്താവിന്റെ വരുമാനം കൊണ്ട് മാത്രം ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂല. വക്കീലാണെങ്കിൽ നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വക്കീൽ പണി നിർത്തിയ നാട്ടുകാർ കരുതും മോനയുടെ സാറ് ജോലിക്ക് വിടാത്തതാണെന്ന്. അതും സാറിന് നാണക്കേടല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇതിനു മുമ്പും നിങ്ങൾ തമ്മിൽ ഒരു കാക്കത്തൊള്ളായിരം പ്രശ്നം ഉണ്ടായിട്ടുള്ളതല്ലേ? അതെങ്ങനെയാണ് തീർത്തത്? അങ്ങനെ ഇതും തീർക്കുക. സാറേ, സ്വന്തം ഭാര്യയല്ലേ, ഒന്ന് തോറ്റു കൊടുത്തേര്. പുറത്ത് വേറെ ആരും അറിയാൻ പോകുന്നില്ല. നോക്കല്ലേ?
വേറെ വഴിയില്ല. ഇന്ന് മോഹനയുടെ സാർ ഏത്തമിട്ട് നക്ഷത്രം എണ്ണും. എന്റെ അമ്മോ, അതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഭാമേ, ഓ, എനിക്ക് കാര്യം മനസ്സിലായി. എന്ത് കാര്യം വന്നട്ടാ? നീ എന്താ കേസ് ഫയൽ ചെയ്യാത്തതെന്ന്. ആഹാ, ഞാൻ മെനിങ്ങാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലേ. എങ്ങനെയൊക്കെയാ? നിന്റെ വരുമാനം ഇല്ലെങ്കിലും ഞാൻ സുഖമായി ജീവിക്കും എന്ന് പറഞ്ഞതുകൊണ്ട്. അത് മാത്രമല്ലല്ലോ പറഞ്ഞത്. നിനക്ക് കേസ് വാദിക്കാമെന്ന് അറിയില്ലെന്നും പറഞ്ഞു. പിന്നെ വക്കീലമാരെ കള്ളമാരാണെന്നും പറഞ്ഞു. എല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? മിനിങ്ങാന്ന് വൈകുന്നേരമാണ് മോഹനേട്ടൻ മേൽ പറഞ്ഞ പ്രസ്താവനകളൊക്കെ നടത്തിയത്. നാളെ മുതൽ കോടതിയിൽ പോകുന്നില്ല എന്ന് ഞാനും പറഞ്ഞു. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇന്നലത്തെ ദിവസം ഞാൻ കോടതിയിൽ പോയിട്ടില്ല. ഇന്ന് പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നത് അനുസരിക്കേണ്ട ഒരു പാവയാണ് എന്ന് മോഹനേട്ടൻ പറഞ്ഞു. ഞാനത് അക്ഷരം പ്രതി അനുസരിക്കുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഈ ബലരാമൻ സാർ ഒരു നല്ല മനുഷ്യനാ. സാറിനൊരു പ്രയാസം ഉണ്ടാകുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തൊരു മര്യാദയാ നോക്കി. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാർ തന്നെയാണോ ഇത്? അവനവനൊരു ആവശ്യം വരുമ്പോ വില്ലേജ് ഓഫീസർക്ക് മര്യാദ അറിയാം. മിനിങ്ങാന്ന് വൈകിട്ട് എന്നെ ചൊറിയാൻ വന്നപ്പോ ബലരാമൻ സാറിന് കൊടുത്ത വാക്ക് അങ്ങ് മറന്നുപോയിരുന്നു. അതുകൊണ്ടാണല്ലോ എന്നെ 10 പൈസയ്ക്ക് കൊള്ളില്ല എന്ന് അപ്പൊ പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ കാര്യം നല്ല ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ മോഹനേട്ടന്റെ വെല്ലുവിളി അങ്ങ് സ്വീകരിച്ചു. ഈ കാര്യത്തിൽ നമ്മൾ എന്തിനാ ഒരു വാശി? നീ ആ കേസ് ഫയൽ ചെയ്യണം, ഇല്ല എന്റെ മാനം പോവും. മോഹനേട്ടാ, പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു യുക്തി വേണ്ടേ? ലോകത്തുള്ള സകല വക്കീലന്മാരും കള്ളന്മാരാണെന്ന് പറയുന്ന മോഹനേട്ടൻ ഇപ്പോ ഒരു വക്കീലിന്റെ സഹായം ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? എല്ലാ വക്കീലന്മാരൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ കുറെ വക്കീലന്മാർ, നല്ല വക്കീലന്മാരും ഉണ്ട്. പക്ഷെ എനിക്ക് തൊഴിലറിയില്ലല്ലോ. കോടതി പോയി മുട്ടിടിക്കുന്ന ഒരു സാധാ വൈക്കോലല്ലേ ഞാൻ. ഇനി എന്നെ കേസ് ഏൽപ്പിച്ച് ബലരാമ സാറിന്റെ കേസ് എങ്ങാനും തോറ്റുപോയാലോ? നീ അങ്ങനെ മോശപ്പെട്ട വക്കീലൊന്നുമല്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാൻ ബലരാമ സാർ പറയുമായിരുന്നില്ലല്ലോ. അത് മാത്രമല്ല മോഹനേട്ട പ്രശ്നം. എന്റെ വരുമാനമില്ലാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ ജോലിക്കൊക്കെ പോണത്? മതി, ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ക്ഷമിക്കണം. ക്ഷമ മാത്രം ചോദിച്ച പോരല്ലോ മോഹനേട്ടാ. പിന്നെ നമ്മൾ തമ്മിൽ വേറൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് വ്യവസ്ഥ? ഈ ചെവിയിൽ ഇങ്ങനെ പിടിച്ച്, ഭാമേ നീ ജോലിക്ക് പോണം എന്ന് പറഞ്ഞ് ഇനി എന്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യൂടിയില്ല. എന്റെ പട്ടി വരും. പട്ടിയും വരാൻ പറ്റില്ല. നിന്നോട് അങ്ങനെ ഒരു ആവശ്യം പറയേണ്ടി വന്നാൽ ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്നല്ല 101 ഏത്തം. വാക്ക് മോഹനകൃഷ്ണൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. എന്ത് പറയുന്നു? ഏത്തേടാ പോരെ, ആനം പോകുന്നതിനേക്കാൾ നല്ല അത് തന്നെ. ഞാൻ ഏത്തേടാ. ആര് വന്നിട്ടുണ്ട്? അതാരാണ് നോക്കിയിട്ട് ഏത്തുവിട്ടാ മതി. അല്ല, ഈ 101 ഏത്തവിടെ നേരം കുറച്ചെടുക്കൂല്ലോ. അതുവരെ വന്നയാള് കാത്തു നിക്കില്ലല്ലോ. വന്നേരം നീ പോയി നോക്കിയോ, ഞാൻ ഏതെടുത്ത് തുടങ്ങി. അയ്യോ, ഞാൻ ഇവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എണ്ണത്തിൽ പറ്റിക്കുമല്ലോ. അത് വേണ്ട, മോഹനേട്ടൻ തന്നെ പോയി നോക്കിയാ മതി. ചെല്ലേ. അയ്യോ, നമസ്കാരം മോഹനേഷ. ബലരാം സാറ് വരൂ. സത്യഭാമയില്ലേ? ഉണ്ട്.
സാർ, സത്യത്തിൽ സംഭവിച്ചതെന്നറിയാമോ? ആ ഇന്നലെ ഭാമ മറന്നുപോയതല്ല. അവക്ക് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് കോടതി പോയില്ല. സത്യഭാമ ഇന്നലെ കോടതി ചെന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആ ബലരാമ സാറോ? എന്താ സാർ രാവിലെ? ഞാൻ ഭാമയൊന്ന് കാണാൻ വന്നതാ. സാറ് വന്ന എന്തിനാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായി ഇല്ലേ? ഇന്നലെ ഭാമ കേസ് ഫയൽ ചെയ്യലെന്ന് അറിഞ്ഞപ്പോ സാറ് ചെറുതായിരുന്നു പേടിച്ചു. അതിന്റെ കാരണം എന്ന് പറയാനാണ് സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അല്ലേ? അല്ല, അപ്പൊ വേറെ വക്കീലിനെ കേസ് ഏൽപ്പിക്കാനായിരിക്കും. അല്ല, അതിന്റെ കാര്യമില്ല സാർ. ഭാമ ഈ കേസ് വാദിക്കും. ഇവിടേക്കാൾ നല്ല വക്കീല് നാട്ടിലില്ല അല്ലേ? അതറിയാവുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഭാമ തന്നെ കേസ് വാദിക്കണമെന്ന് പറഞ്ഞത്. കേസ് ഫയൽ ചെയ്തോന്ന് ചോദിച്ചപ്പോ ക്ലാർക്ക് ശേഖരൻ പറഞ്ഞു ഇല്ലെന്ന്. തെറ്റുപറ്റിയത് അയാൾക്കാണെന്ന് ഇപ്പോഴറിഞ്ഞത്. കേസ് ഇന്നലെ തന്നെ ഫയൽ ചെയ്തെന്ന് അഡ്വക്കേറ്റ് വിദ്യാലക്ഷ്മി വിളിച്ചു പറഞ്ഞു. സത്യഭാമയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് കടലാസെല്ലാം ഇവിടെ ഇരുന്ന് ശരിയാക്കി ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ട് വിദ്യാലക്ഷ്മിയെ ഏൽപ്പിച്ചെന്നും വിദ്യാലക്ഷ്മി കേസ് ഫയൽ ചെയ്തെന്നും ഇപ്പോഴാ അറിഞ്ഞത്. പനിയായിട്ടും എന്റെ കാര്യത്തിൽ സത്യഭാമ ഉപേക്ഷിച്ചെന്നും വിചാരിച്ചില്ലല്ലോ. വലിയ സന്തോഷം. നേരിട്ട് കണ്ട് നന്ദി പറയണമെന്ന് തോന്നി അങ്ങനെ വന്നതാ. മോഹനേട്ടനായിട്ട് എന്നെ ഏൽപ്പിച്ചൊരു കേസില് ഞാൻ ഉപേക്ഷ കാണിക്കൂ സാർ. ജീവിതത്തിൽ മോഹനേട്ടൻ ഇതുവരെ വാക്ക് തെറ്റിച്ചിട്ടില്ല. അങ്ങനെയുള്ള മോഹനേട്ടന്റെ വാക്ക് ഞാൻ കാരണം തെറ്റാൻ ഞാൻ സമ്മതിക്കുമോ? നിങ്ങളാണ് യഥാർത്ഥ ഭാര്യയും ഭർത്താവും. നിങ്ങളുടെ ഈ സ്നേഹവും പരസ്പര ബഹുമാനവും മറ്റുള്ളവർ കണ്ടുപഠിക്കണം. സാർ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട, വേറെ കുറച്ച് തിരക്കുണ്ട്. ഒന്ന് കണ്ട് നന്ദി പറയാൻ വേണ്ടി മാത്രം വന്നതാ. വരട്ടെ. ആ എന്താ? നീ ഒരു ഭയങ്കരിയാ. എന്നെ ശരിക്കും പേടിപ്പിച്ചളഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിപ്പിച്ചില്ലെങ്കിൽ എന്റെ വലിയ അഫ്സർ വഴി തെറ്റിപ്പോവും, അതുകൊണ്ടാ. അപ്പൊ എങ്ങനെയാ നേരത്തെ വെച്ച പരിപാടി തുടങ്ങണ്ടേ? എന്ത് പരിപാടി? തുടങ്ങിക്കളെ. അത് വേണ്ട. എന്റെ വില്ലേജ് ഓഫീസർ ആരുടെ മുന്നിൽ തല കുനിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മുന്നിലായാ പോലും. ബലരാം സാർ പറഞ്ഞു കേട്ടില്ലേ, മറ്റുള്ള ഭാര്യ ഭർത്താക്കന്മാര് നമ്മളെ കണ്ടുപഠിക്കണമെന്ന്. മോഹനേട്ടൻ എന്റെ മുന്നിൽ ഏത്ത വിട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പിന്നെ നമ്മളെ പറ്റി എന്ത് കരുതുന്നു? ഒന്നും കരുതില്ല. അവർക്ക് അറിഞ്ഞൂടെ നമ്മളെ. ഒരുപാട് ഓർമ്മശക്തിയുള്ള ആളാണെങ്കിലും ഒരാവശ്യം വന്നപ്പോൾ ഓർക്കേണ്ടത് വില്ലേജ് ഓഫീസർ ഓർത്തില്ല. ഓർമ്മക്കുറവിന് ശിക്ഷയായി ഏത്തമിടേണ്ടി വരേണ്ടതായിരുന്നു. സത്യഭാമ ഒരു സാധുവായതിനാൽ രക്ഷപ്പെട്ടു. തോറ്റും തോൽപ്പിച്ച് മുന്നേറുന്ന ഇവരുടെ പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.